Hello students, in this video we are going to see the X-ray diffraction techniques to determine the crystal structures. അപ്പോൾ നമുക്ക് ഡിഫ്രാക്ഷൻ നമ്മൾ ലൈറ്റിൻ്റെ ഡിഫ്രാക്ഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ എക്സ്റേസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്, ലൈറ്റിനെ പോലെ തന്നെയാണ്. അങ്ങനെയുള്ള എക്സ്റേസിൻ്റെ ഡിഫ്രാക്ഷനാണ് നമ്മളിവിടെ ഉൾക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ലൈറ്റിൻ്റെ ഡിഫ്രാക്ഷനിൽ നമ്മൾ ഡിഫ്രാക്ഷൻ പാറ്റേൺ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. ഇവിടെ അതേപോലെ എക്സ്റേ ഡിഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രിസ്റ്റൽ സ്ട്രക്ചറിൻ്റെ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഡിഫ്രാക്ഷൻ എന്നുള്ളതിൻ്റെ ബേസിക്കായിട്ട് നമുക്കറിയാം, ഡിഫ്രാക്ഷൻ നടക്കണമെങ്കിൽ ഡിഫ്രാക്ട് ചെയ്യുന്ന വേവ് ലെങ്ത്തും നമ്മുടെ ഡിഫ്രാക്റ്റിംഗ് എലിമെൻറ്റിൻ്റെ സൈസും എങ്ങനെയായിരിക്കണം, ഓഫ് ദ സെയിം ഓർഡർ ആയിരിക്കണം. അതായത് ഡിഫ്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ലൈറ്റ് വേവിൻ്റെ വേവ് ലെങ്ത്തും നമ്മൾ ലൈറ്റ് വേവ് അല്ലെങ്കിൽ ഇവിടുത്തെ എക്സ്റേയുടെ വേവ് ലെങ്ത്ത് നമ്മൾ എന്തിനുള്ളിൽ എവിടെയാണ് അത് ബെൻഡ് ചെയ്യുന്നത്, നമ്മൾ ഒബ്സ്റ്റക്കിളിൻ്റെ സൈസ് അതിൻ്റെ ഓർഡർ അതും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അപ്പോൾ എക്സ്റേസിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, എക്സ്റേസിൻ്റെ വേവ് ലെങ്ത് ഇസ് ഓഫ് ദ ഓർഡർ ഓഫ് ആംസ്ട്രോംസ്. അല്ലേ, ആംസ്ട്രോം ഓർഡറിലാണ് എക്സ്റേസിൻ്റെ വേവ് ലെങ്ത് ഉള്ളത്. അതേ ഡയമെൻഷൻ അല്ലെങ്കിൽ അതേ ഓർഡറാണ് നമ്മുടെ ക്രിസ്റ്റലിൻ്റെ അറ്റോമിക് സ്പേസിങ്ങിനുള്ളത്. ഓക്കെ, സൈസ് ഓഫ് ദി ക്രിസ്റ്റൽ, ആറ്റോമിക് യൂണിറ്റ് സെൽ പാരാമീറ്റേഴ്സൊക്കെ ഈ ആംസ്ട്രോം മോഡലിലാണ്. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എക്സ്റേസിൻ്റെ ഡിഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ക്രിസ്റ്റൽസിൻ്റെ ലാറ്റിസ് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ബിക്കോസ് ദ ക്രിസ്റ്റൽസ് ക്യാൻ ഡിഫ്രാക്ട് ദ എക്സ്റേസ്. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എക്സ്റേ ഡൈഫ്രാക്ടോമീറ്റർ അല്ലെങ്കിൽ എക്സ്റേ ഡൈഫ്രാക്ഷൻ വെച്ചിട്ട് എക്സ്റേ ഡൈഫ്രാക്ഷൻ വി ആർ യൂസിങ് ഇറ്റ് ഫോർ മെറ്റീരിയൽ അനാലിസിസ്. Okay, for the diffraction phenomenon, the diffraction occurs when a wave encounters a series of regularly spaced obstacles that are capable of scattering the wave and has spacing that are comparable in magnitude to the wavelength. അപ്പോൾ ഇത് ഈ ഒബ്സ്റ്റക്കിൾസ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ ക്രിസ്റ്റലിൻ്റെ പ്ലെയിൻസ് ആണ്, ക്രിസ്റ്റൽ പ്ലെയിൻസ് ആണ്, ക്രിസ്റ്റൽ സ്പേസിങ്സ് ആണ്. അപ്പോൾ അത് ഇങ്ങനെയൊക്കെ ഈ വേവ്സിനെ സ്കാറ്റർ ചെയ്യാൻ പറഞ്ഞാൽ ഡിഫ്രാക്റ്റ് ചെയ്യുന്ന, അതുപോലെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കണം, വേവ് ലെങ്ത്തിൻ്റെ ഓർഡറിൽ തന്നെ ആയിരിക്കണം. Furthermore, diffraction is a consequence of specific phase relationship established between two or more waves that have scattered by the obstacles. അപ്പോൾ ഇവിടെ ഇങ്ങനെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ ലൈറ്റ് വേവ്സിൻ്റെ എക്സ്റേസ് നിങ്ങളെ ക്രിസ്റ്റലിൽ വന്ന് വീഴും, ആൻഡ് ദ ക്രിസ്റ്റൽ വിൽ ഡിഫ്രാക്ട് ദോസ് വേവ്സ്. അത് ഒന്നോ രണ്ടോ ഒബ്സ്റ്റക്കിൾസ് അല്ല ഇവിടെ ഉണ്ടാവുക, ഒരു നമ്പർ ഓഫ് പ്ലെയിൻസ് ആണുള്ളത്. അല്ലേ, ഒരു ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ലാർജ് നമ്പർ ഓഫ് പ്ലെയിൻസ്. സോ ഇറ്റ് വിൽ ഗെറ്റ് ഡിഫ്രാക്റ്റഡ് ഫ്രം ഓൾ ദ പ്ലെയിൻസ്. അപ്പോൾ ആ ഡിഫ്രാക്റ്റഡ് ചെയ്യുന്ന എന്താ ഉണ്ടാവുക, സ്കാറ്റർ ചെയ്യുന്ന പോലെ ഉണ്ടാവും, ഒന്നായിട്ട് ഇത് സ്കാറ്റർ ചെയ്ത പോലെ. അങ്ങനത്തെ ഈ സ്കാറ്റേർഡ് വേവ്സ് ഇൻ്റർഫിയർ ചെയ്യും. ആ ഇൻ്റർഫിയർ ചെയ്യുന്നതിന് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് എന്തുണ്ടാവുക, റിസൾട്ടൻറ്റ് ഡിഫ്രാക്ഷൻ പാറ്റേൺ നമുക്ക് കിട്ടാം. നമുക്ക് നേരത്തെ തന്നെ അറിയാം, ലൈറ്റ് വേവ്സിൻ്റെ കേസിലും ഡിഫ്രാക്റ്റഡ് വേവ്സ് വിൽ ഇൻ്റർഫിയർ ആൻഡ് യു വിൽ ഗെറ്റ് ദ റിസൾട്ടൻറ്റ് ഡിഫ്രാക്ഷൻ പാറ്റേൺ. അപ്പോൾ നമുക്കറിയാം അത് ഡിഫ്രാക്ഷൻ എന്നാൽ അവിടെ ഇൻ്റർഫറൻസും കൂടെ ഉണ്ട് നമുക്ക്. അപ്പോൾ ഇവിടെ അതുപോലെ ഇവിടെ സ്കാറ്ററിങ്ങും കൂടെ നമ്മൾ ടേം ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു സിംഗിൾ ഒബ്സ്റ്റക്കിൾ അല്ല ഉള്ളത്, ദർ ആർ ലാർജ് നമ്പർ ഓഫ് പ്ലെയിൻസ്. ലാർജ് നമ്പർ ഓഫ് പ്ലെയിൻസ് വിൽ ഡിഫ്രാക്ട് ലൈറ്റ്. അപ്പോൾ ആ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്കാറ്ററിങ് പോലെ ആയിരിക്കും, എല്ലാ ഡയറക്ഷനിലും എല്ലാ ഇതിലും അത് ലൈറ്റ് എക്സ്റേസിനെ സ്കാറ്റർ ചെയ്യുന്ന പോലെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ സ്കാറ്റേർഡ് വേവ്സ് ആണ് എന്തുണ്ടാക്കുക, നമുക്ക് ഡിഫ്രാക്ഷൻ പാറ്റേൺ തരാം. ദീസ് സ്കാറ്റേർഡ് വേവ്സ് വിൽ ഇൻ്റർഫിയർ. ദീസ് ഡിഫ്രാക്റ്റഡ് വേവ്സ് ആണ് സ്കാറ്റർ ചെയ്യുന്നത്. ആ ഡിഫ്രാക്റ്റഡ് വേവ്സ് ലാർജ് പോയിൻറ്റ്സിൽ ഡിഫ്രാക്ട് ചെയ്യുന്നത് നമ്മൾ സ്കാറ്ററിംഗ് എന്ന് പറയുന്നു. ആൻഡ് ദീസ് സ്കാറ്റേർഡ് വേവ്സ് വിൽ ഇൻ്റർഫിയർ ആൻഡ് ഇറ്റ് വിൽ ഫോം ദി ഡിഫ്രാക്ഷൻ പാറ്റേൺ. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യം തന്നെ നമുക്ക് പിന്നെ പറയുന്നത്, ഇതൊക്കെ നിങ്ങൾ ലൈറ്റ് വേവ്സിൻ്റെ കേസിൽ പഠിച്ചതാണ്. ഇൻ്റർഫറൻസ്, രണ്ട് വേവ്സ് ഉണ്ടെങ്കിൽ ഇഫ് ദേ ആർ ഇൻ സെയിം ഫേസ് ഇറ്റ് വിൽ ഇൻ്റർഫിയർ കൺസ്ട്രക്റ്റീവ്ലി, ആൻഡ് ഇഫ് ദേ ആർ ഇൻ ഔട്ട് ഓഫ് ഫേസ് ഇറ്റ് വിൽ ഇൻ്റർഫിയർ ഡിസ്ട്രക്റ്റീവ്. ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ, ഇൻ്റർഫറൻസിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ആണ് ഇതാണ്. അപ്പോൾ ഇത് വേണം നമുക്ക്
നമുക്ക് ഡിഫ്രാക്ഷൻ പാറ്റേണും എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കറിയാം ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻഡ് ചെയ്തിട്ടുള്ള ബീംസിൻ്റെ ഇൻ്റർഫറൻസ് ആണ് ശരിക്കും ഡിഫ്രാക്ഷൻ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് എക്സ്റേ ഡിഫ്രാക്ഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബ്രാഗ്സ് ലോ വെച്ചിട്ടാണ്. X-rays are a form of electromagnetic radiations that have high energies and short wavelengths. Wavelength on the order of an atomic spacing of solids. അപ്പോൾ wavelength എന്ന് പറയുന്നത് wavelength of X-rays are of the order of the atomic spacing of solids. When a beam of X-rays falls on a solid material, a portion of this beam will be scattered in all directions by the electrons associated with each atom or ion that lies within the beam path. അപ്പോൾ ഇവിടെ ഒരു എക്സ്റേ ഒരു സോളിഡ് മെറ്റീരിയലിൽ വീഴുന്ന സമയത്ത് അതിലുള്ള ഇലക്ട്രോൺസും ഇതിനെ എന്താണ് ഈ പ്ലെയിൻസിലുള്ള ഇലക്ട്രോൺസാണ് ഇതിനെ സ്കാറ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇവിടെ പീരിയോഡിസിറ്റി ഓഫ് ആറ്റംസിനെ ഡിപ്പെൻഡ് ചെയ്യും നിങ്ങളെ ഡിഫ്രാക്റ്റഡ് ബീം. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് യു ഹാവ് ടു പ്ലെയിൻസ് എ പി എ ഡാഷ് അല്ലെങ്കിൽ എ ഡാഷ് എന്ന് പറയുന്നു, പിന്നെ ബി ബി ഡാഷ് എന്ന രണ്ടാമത്തെ പ്ലെയിൻ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ മില്ലർ ഇൻഡിസസിൻ്റെ വാല്യൂ HK ആണ് മില്ലർ ഇൻഡിസസ്, ആൻഡ് ദേ ആർ സെപ്പറേറ്റഡ് ബൈ ഇന്റർപ്ലെനാർ സ്പേസിംഗ് DHK. ഓക്കെ, ഇനി പാരലൽ ആയിട്ടുള്ള പ്ലെയിൻസ് ആണ്. ഇനി ഒരു മോണോക്രോമാറ്റിക് കൊഹറൻ്റ് ആയിട്ടുള്ള എക്സ്റേസ് വേവ്ലെങ്ത് ലാംഡ ഇസ് ഫാളിങ് ഓൺ ദീസ് പ്ലെയിൻസ്. ഓക്കെ, അപ്പോൾ ഈ പ്ലെയിൻസിൽ ആറ്റംസ് ഉണ്ട്, ഈ ആറ്റംസിൽ ഇലക്ട്രോൺസ് ഉണ്ടാകും. അങ്ങനെയാണ് അവിടെ നിന്നാണ് ഇത് എന്തുണ്ടാക്കുന്നത്, ഡിഫ്രാക്റ്റ് ചെയ്യുന്നത്, സ്കാറ്ററിങ് ഉണ്ടാകുന്നത്. സ്കാറ്ററിങ് സെൻറ്റേഴ്സ് ആയിട്ട് ഈ ആറ്റംസിൽ ഇലക്ട്രോൺ ക്ലൗഡ്സ് ആക്ട് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ഈ സ്പേസിങ്ങിൻ്റെ വാല്യൂ ഈ വേവ്ലെങ്ത് ഓർഡർ ആയതുകൊണ്ടാണ് ഇവിടെ ഡിഫ്രാക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് വേവ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പാത്ത് ഡിഫറൻസ് ആണ്. ഈ രണ്ട് വേവ്സ് നമ്മൾ ഇവിടുന്ന് ഡിഫ്രാക്ഷൻ നടക്കും, ബിക്കോസ് ദിസ് ആർ ദ DHKL value is of the order of lambda, and these ഈ പോയിന്റ്സിൽ ഇത് സ്കാറ്ററിങ് സെൻറ്റേഴ്സ് ആണ്, ഇതിൽ ഇലക്ട്രോൺസ് ആണ് ഇതിനെ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്, സ്കാറ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് നോക്കേണ്ടത് ഈ രണ്ട് വേവ്സ് നമുക്ക് ഇപ്പം ഈ രണ്ട് ഡിഫ്രാക്റ്റഡ് ബീംസിൻ്റെ ഇത് ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്. ആ ഇൻ്റർഫിയറൻസ് എഫക്റ്റ് ആണ് നമുക്ക് നോക്കേണ്ടത്, വെദർ ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് ഓർ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് വേവ്സ് നമുക്ക് പാത്ത് ഡിഫറൻസ് കാണണം. പാത്ത് ഡിഫറൻസ് കാണുമ്പോൾ നമുക്ക് അറിയാം ഈ വേവ് ഇവിടെ നിന്ന് ഇവിടെ വരെ എത്തുന്നു, ഇവിടെ ഇതുപോലെ ഈ വേവ് സെക്കൻഡ് വേവ് ഇവിടെ നിന്ന് ഇവിടെ വരെ എത്തുന്നു. ഈ രണ്ട് ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. ഫസ്റ്റ് വേവ് അപ് ടു P ആൻഡ് സെക്കൻഡ് വേവ് അപ് ടു S, ദേ ആർ ട്രാവലിംഗ് ഈക്വൽ ഡിസ്റ്റൻസ്. പിന്നെ ഇവിടെ നോക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് P2 ഫസ്റ്റ് വേവ് P2 ഇങ്ങോട്ടേക്ക് പോകുന്നത്, Tന്ന് സെക്കൻഡ് വേവ് പോകുന്നത്, അത് രണ്ടും ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ എക്സ്ട്രാ കുറച്ച് ലെങ്ത്ത് ഈ സെക്കൻഡ് വേവ് ട്രാവൽ ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് SQ + QT, ദാറ്റ് ഈസ് ദ പാത്ത് ഡിഫറൻസ് അല്ലേ. ഇവിടെ ഫസ്റ്റ് വേവിനെ നോക്കുക, ഫസ്റ്റ് വേവ് സെക്കൻഡ് വേവ് നോക്കിയാൽ ഫസ്റ്റ് വേവ് ട്രാവൽ ചെയ്യുന്ന അത്രയും ഡിസ്റ്റൻസ് ഇവിടെ സെക്കൻഡ് വേവ് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഫസ്റ്റ് വേവ് ട്രാവൽ ചെയ്യുന്ന അത്രയും ഡിസ്റ്റൻസ് സെക്കൻഡ് വേവ് ട്രാവൽ ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത് സെക്കൻഡ് വേവ് ആണ്, ആൻഡ് ദാറ്റ് എക്സ്ട്രാ ഡിസ്റ്റൻസ് ഈസ് SQ + QT. So n lambda is equal to xq plus qt, that is the path difference is equal to n lambda ആണെങ്കിലാണ് നിങ്ങൾക്ക് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് കിട്ടുക അല്ലേ. ഇനി ഈ SQ plus QT എങ്ങനെയാണ്, SQ എത്രയാണെന്ന് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യണം. ഇഫ് ദിസ് ഈസ് ദ തീറ്റ, ദിസ് ഈസ് ദ ഡിഫ്രാക്ഷൻ ആംഗിൾ തീറ്റ, ഇത് തീറ്റ ആണെങ്കിൽ ഇവിടെ തീറ്റ ആയിരിക്കും. സൈൻ ഈ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ D ആണ്. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. So the opposite side SQ will be equal to D into sin theta എന്ന് കിട്ടും, D sin theta എന്ന് വരും. D is DHKL. So SQ is DHKL sin theta, അതുപോലെ QT എന്ന് പറയുന്നത് DHKL sin theta. So n lambda is equal to 2D sin theta എന്ന് വരും, DHKL sin theta, 2DHKL sin theta. അപ്പോൾ ഈ ഇക്വേഷനാണ് നമ്മൾ ബ്രാഗ്സ് ലോ എന്ന് പറയുന്നത്, ബ്രാഗ്സ് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ ഇനി Bragg's law, this is called Bragg's law, and n is the order of reflection, which may be any integer 1, 2, 3, etc. Okay. Then if the Bragg law is not satisfied, then interference will be non-constructive in nature, so as to yield a very low intensity diffraction beam. അതിൻ്റെ ഡിസ്ട്രക്റ്റീവ് അല്ലെങ്കിൽ അതിൽ അങ്ങനെ ഒരു ഇൻ്റർഫറൻസ് ഉണ്ടാവില്ല, സോ ദർ വിൽ ബി ഇൻറ്റൻസിറ്റി കാണാൻ പറ്റില്ല. ഓക്കെ. ഇനി the magnitude of the distance between two adjacent and parallel planes of the atoms is a function of Miller indices as well as lattice parameters. ഈ ഡി വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾ മില്ലർ ഇൻഡെക്സസും ലാറ്റിസ് പാരാമീറ്ററുമായിട്ട് റിലേഷൻ ഉണ്ട്. ആൻഡ് ഫോർ എ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ ദിസ് ഇസ് ഡി എച്ച് കെ ഇസ് എ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആണ്. ഇത് ഓരോ ഇതിപ്പോൾ സിമ്പിൾ ക്യൂബിക്കിൻ്റെ കേസിലാണ് നമുക്ക് 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് ഉണ്ടെന്ന് അറിയാം. ഓരോ ക്രിസ്റ്റൽ സിസ്റ്റത്തിനും ഈ ഡി എച്ച് കെ എല്ലായിട്ടുള്ള റിലേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് ക്യൂബിക്കിൻ്റെ റിലേഷൻ ഓർത്തിരിക്കുക. ഡി എച്ച് കെ ഇസ് ഈക്വൽ ടു എ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ആയി. ഓക്കെ. ഇനി നമുക്ക് ഡിഫ്രാക്ഷൻ മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എങ്ങനെയാണ് നമ്മൾ എക്സ്പെരിമെൻ്റിൽ ഈ ഡിഫ്രാക്ഷൻ എങ്ങനെയാണ് നമുക്ക് കിട്ടുക, എക്സ്പെരിമെൻ്റ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തിയറിയാണ് നമ്മളിപ്പം പറഞ്ഞിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് തിയറി ഈസ് ഡിഫ്രാക്ഷൻ ഓഫ് എക്സ്റേ ബീംസ്. അതിനെ ലീഡ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് ബ്രാഗ്സ് ലോ ആണ്. ദാറ്റ് ഈസ് എൽ ലാംഡ ഈസ് ഈക്വൽ ടു 2 sin theta. ഓക്കെ. അപ്പോൾ ഇതിൽ എക്സ്റേ ഡിഫ്രാക്ഷൻ മെത്തേഡ്സിൽ 3 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ലോ മെത്തേഡ്, ആൻഡ് സെക്കൻഡ് വൺ ഈസ് റൊട്ടേറ്റിംഗ് ക്രിസ്റ്റൽ മെത്തേഡ്, ആൻഡ് തേർഡ് വൺ ഈസ് എക്സ്റേ ഫൗണ്ടർ ഡിഫ്രാക്ടോമീറ്റർ. ഫസ്റ്റ് വൺ വിൽ സി ലോ മെത്തേഡ്. ലോ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലോ മെത്തേഡ്സിൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സ്റേ ബീം വരും. എക്സ്റേ ബീം ഈസ് നോട്ട് മോണോക്രോമാറ്റിക്. It will have a variety of wavelength. Lambda is varied. Here lambda is varied and theta is kept constant. ഒറ്റ ആംഗിളിലാണ് ഇത് നമ്മൾ എക്സ്റേ ഡിഫ്രാക്ഷൻ പാറ്റേൺ റെക്കോർഡ് ചെയ്യുന്നത്. ഇവിടെ ഒരു സിംഗിൾ ക്രിസ്റ്റലാണ്. ഇതിൽ സിംഗിൾ ക്രിസ്റ്റൽസിനാണ് സാധാരണ ലോ മെത്തേഡ് യൂസ് ചെയ്യുക. The single crystal is held stationary in the path of the radiation of continuous wavelength. അപ്പോൾ കണ്ടിന്യൂസ് എക്സ്റേ ബീംസ് പറഞ്ഞാൽ എക്സ്റേയുടെ പല വേവ് ലെങ്ത് ഉള്ള ബീം ആയിരിക്കും. ആൻഡ് തീറ്റ ഇസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ് ആൻഡ് വേവ് ലെങ്ത് ലാംഡ ഇസ് വേരി. അപ്പോൾ ഇവിടെ തീറ്റ കോൺസ്റ്റൻ്റ് ആക്കും, വേവ് ലെങ്ത് വേരി ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിന് ലാംഡ ഇസ് ഈക്വൽ 2d sin theta എന്നുള്ളതിൽ ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിന് യു വിൽ ഗെറ്റ് ദി ഡിഫറെൻറ്റ് എക്സ്റേ സ്പോട്ട്സ്, ഡിഫ്രാക്ഷൻ സ്പോട്ട്സ്. ഓക്കെ. അപ്പോൾ ഈ ഡിഫ്രാക്ഷൻ സ്പോട്ട്സ് ഡെവലപ്പ് ചെയ്തിട്ട് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി എ വാല്യൂ, ദ ക്രിസ്റ്റൽ സെൽ പാരാമീറ്റർ. നമ്മൾ എക്സ്റേ ഡിഫ്രാക്ഷൻ ടെക്നിക്സ് ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്തൊക്കെയാണ്, ഇവിടെ ഈ ഇങ്ങനത്തെ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡി എച്ച് കെ എൽ വാല്യൂ അറിയാം, എച്ച് കെ എൽ വാല്യൂസ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ലാറ്റിസ് പാരാമീറ്റർ കാണാൻ പറ്റും. ലാറ്റിസ് പാരാമീറ്റർ കണ്ടു കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് വെദർ ടു വിച്ച് ക്രിസ്റ്റൽ സിസ്റ്റം ഇറ്റ് ബിലോങ്സ് ടു, അല്ല ഏത് ക്രിസ്റ്റൽ സിസ്റ്റമാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്, ലോ മെത്തേഡ്. നെക്സ്റ്റ് വൺ ഈസ് റൊട്ടേറ്റിംഗ് ക്രിസ്റ്റൽ മെത്തേഡ്. റൊട്ടേറ്റിംഗ് ക്രിസ്റ്റൽ മെത്തേഡിൽ യു ഹാവ് എ എക്സ്റേ സോഴ്സ് ആൻഡ് ദർ വിൽ ബി ഇൻസിഡൻറ്റ് ബീം ആൻഡ് ദ ക്രിസ്റ്റൽ, ഇവിടെയും സിംഗിൾ ക്രിസ്റ്റൽസ് തന്നെയാണ് യൂസ് ചെയ്യുക. ഈ ക്രിസ്റ്റൽ ഇവിടെ ഉള്ളിൽ റൊട്ടേറ്റ് ചെയ്യും. അതിന് ചുറ്റുമായിട്ട് ഒരു ഇങ്ങനത്തെ ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ളതിൽ നമ്മൾ ഫിലിം വയ്ക്കും. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് ഡിഫ്രാക്ഷൻസ് ഉണ്ടാക്കും. തീറ്റ വേരി ചെയ്യാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ഡിഫ്രാക്ഷൻ സ്പോട്ട്സ് ഉണ്ടാക്കും. ആ ഡിഫ്രാക്ഷൻ സ്പോട്ട്സ് ആണ് നമ്മൾ ലാറ്റിസ് പാരാമീറ്റേഴ്സ് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇൻ ദിസ് മെത്തേഡ് എ സിംഗിൾ ക്രിസ്റ്റൽ ഇസ് റൊട്ടേറ്റഡ് അബൌട്ട് ദ ഫിക്സഡ് ആക്സിസ് ഇൻ എ ബീം ഓഫ് മോണോക്രോമാറ്റിക് എക്സ്റേസ്. ബീം ഓഫ് മോണോക്രോമാറ്റിക് എക്സ്റേസ് ആണ് ലാംഡ കോൺസ്റ്റന്റ് ആയിരിക്കും. ദ ആംഗിൾ തീറ്റ ഈസ് വേരിയബിൾ വൈൽ ദ വേവ് ലെങ്ത് ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ്. തീറ്റ വേരി ചെയ്യാണ്, റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് തീറ്റ വേരി ചെയ്യാണ്, പക്ഷേ വേവ് ലെങ്ത് കോൺസ്റ്റന്റ് ആയിട്ട് വയ്ക്കും. ദ വേരിയേഷൻ ഓഫ് ആംഗിൾ തീറ്റ ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ക്രിസ്റ്റൽ ബ്രിങ്സ് ഡിഫറെൻറ്റ് അറ്റോമിക് പ്ലെയിൻസ് ഇൻ ദ ക്രിസ്റ്റൽ ഇൻ ടു പൊസിഷൻ. To record such reflection, a film is mounted on a cylindrical holder that is concentric with the rotating spindle. ഇവിടെ റൊട്ടേറ്റിംഗ് സ്പിൻഡിൽ വന്നത് അത് ഇവിടെ ഉണ്ടാവും. അതിന് കോൺസെൻട്രിക് ആയിട്ടാണ് നിങ്ങൾ സിലിണ്ടറിക്കൽ ഫിലിം വയ്ക്കുക. ഓക്കെ. അപ്പോൾ തീറ്റ വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഡിഫ്രാക്ഷൻ സ്പോട്ട്സ് കിട്ടും.
Next we have to see is X-ray powder X-ray diffractometer. അപ്പോൾ powder X-ray diffractometer ആണ് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡിഫ്രാക്ഷൻ മെത്തേഡ്. ഇതിൽ പ്രത്യേകത എന്താണ്? യു ക്യാൻ യൂസ് സിംഗിൾ ക്രിസ്റ്റൽസ് ആൻഡ് പൗഡർ ക്രിസ്റ്റൽ പോളിക്രിസ്റ്റൽ സ്പെസിമെനും നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ മറ്റേ ലോ മെത്തേഡിലും റൊട്ടേറ്റിംഗ് ക്രിസ്റ്റൽ മെത്തേഡിലൊക്കെ നമുക്ക് പോളിക്രിസ്റ്റൽ മെറ്റീരിയൽ അല്ലെങ്കിൽ പൗഡർ സാമ്പിൾസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ പൗഡർ എക്സ്റേ ഡിഫ്രാക്ടോമീറ്റർ എന്നാണ് ഇതിന് പറയുന്ന പേര് തന്നെ. ഇതാണ് നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ powder consisting of many fine and randomly oriented particles that are exposed to monochromatic radiation. അപ്പോൾ പോളിക്രിസ്റ്റൽ നമുക്കറിയാം കുഞ്ഞു ക്രിസ്റ്റൽസിൻ്റെ ഒരു വലിയ കളക്ഷനാണ്. അത് പൗഡർ സാമ്പിൾസ് അങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഈച്ച് പൗഡർ പാർട്ടിക്കിൾ, അതിനെ ഗ്രെയിൻ നമുക്ക് പറയാം, നമ്മളത് പഠിച്ചതാണ്, is a crystal and having a large number of them with random orientation ensures that some particles are properly oriented such that every possible set of crystallographic planes will be available for diffraction. The diffractometer is an apparatus used to determine the angles at which diffraction occurs for powder specimen. Its features are represented schematically in the figure. അപ്പോൾ ഇതാണ് ഒരു പൗഡർ എക്സ്റേ ഡിഫ്രാക്ടോമീറ്റർ. ഇറ്റ് വിൽ ഹാവ് എ എക്സ്റേ ട്യൂബ്. ഈ എക്സ്റേ ട്യൂബിൽ നിന്ന് വരുന്ന എക്സ്റേസ് ഈ സാമ്പിളിൽ വീഴും. ആൻഡ് യു ഹാവ് എ എന്താണ് ഇത് ഡിറ്റക്ടറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാണ് സാമ്പിളിൻ്റെ പ്ലെയിൻ ഇതാണ്. ഇപ്പോൾ സാമ്പിളിൻ്റെ പ്ലെയിനായിട്ട് നിങ്ങൾ എക്സ്റേ വേവ് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ഡിറ്റക്ടർ നിങ്ങൾ വെക്കുന്നത്, അതായത് വിത്ത് റെസ്പെക്ട് ടു ദി ഡയറക്ഷൻ ഓഫ് ദി ഇൻസിഡൻറ്റ് ബീമായിട്ട് നിങ്ങളുടെ ഡിറ്റക്ടർ ഉണ്ടാക്കുന്ന ആംഗിൾ 2θ ആയിരിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇൻസിഡൻറ്റ് ബീമിൻ്റെ ഡയറക്ഷനായിട്ട് നിങ്ങൾ ഡിറ്റക്ടർ ഉണ്ടാക്കുന്ന ആംഗിൾ 2θ ആയിരിക്കും. when your X-ray beam is making an angle theta with the specimen, with the sample ആയിട്ട് എക്സ്റേ ബീം ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആവുന്ന സമയത്ത് സാമ്പിൾ ഡയറക്ഷൻ ആയിട്ട് ഡിറ്റക്ടർ വിൽ ബി മേക്കിംഗ് എൻ ആംഗിൾ 2θ. അപ്പോൾ ഇവിടെ ഈ ലൈൻ ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഇത് ഈക്വലായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഡിവൈഡ് ചെയ്യുന്നത് കാണാം. അതായത് ഈ സാമ്പിൾ സർഫസും നിങ്ങളെ ഈ ഡിറ്റക്ടറായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ തന്നെയായിരിക്കും. അപ്പോൾ ഇത് എപ്പോഴും ഓർക്കുക, ഈ ആംഗിൾ ഡിപ്പെൻഡൻസി എപ്പോഴും ഉണ്ടാകും. ഈ ഇൻസിഡൻറ്റ് ബീമും സാമ്പിളും ഈ എക്സ്റേ ആയിട്ടുണ്ടാക്കുന്ന തീറ്റ ആവുന്ന സമയത്ത് ഈ എക്സ്റേ ബീമിൻ്റെയും ഡയറക്ഷനും നിങ്ങളുടെ ഡിറ്റക്ടറിൻ്റെ ഡയറക്ഷനും തമ്മിലുണ്ടാകുന്ന ആംഗിൾ 2θ ആയിരിക്കും. ആ ഒരു രീതിയിലാണ് എക്സ്റേ ഡിഫ്രാക്ടോമീറ്റർ വർക്ക് ചെയ്യുക. ഇതിൽ മാക്സിമം 0 to 180 വരെ ആംഗിളുണ്ട്. തീറ്റയ്ക്ക് 0 to 180 വരെ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ അറിയേണ്ടത്. ഇവിടെ സാമ്പിൾ എസ് in the form of a flat plate is supported so that the rotation about the axis labeled O are possible. This axis is perpendicular to the plane of the page. അപ്പോൾ ഇവിടെ എസ് ഒരു സാമ്പിൾസ് ഹോൾഡറാണ്. ഇവിടെയാണ് നിങ്ങൾ സാമ്പിൾ വയ്ക്കുക. The monochromatic X-ray beam is generated at point T and the intensities of the refracted beam are detected with a counter labeled C. അപ്പോൾ ഇതാണ് ഇൻറ്റൻസിറ്റി ഓഫ് ഡിഫ്രാക്റ്റഡ് ബീമിൻ്റെ ഇൻറ്റൻസിറ്റി കളക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് കൗണ്ടർ C. ദിസ് ഇസ് സ്പെസിമെൻ, എക്സ്റേ സോഴ്സ് ആൻഡ് കൗണ്ടർ ആർ കോപ്ലനാർ. ഇതെല്ലാം ഒരു സെയിം പ്ലെയിനിലായിരിക്കും. The counter is mounted on a movable carriage. അപ്പോൾ ഇവിടെ ഇത് മൂവ് ചെയ്യും. ഇവിടെ നോക്കുക, സാമ്പിൾസ് സ്റ്റേഷൻ ചെയ്ത് നിൽക്കും. ഈ എക്സ്റേ ട്യൂബും അതുപോലെ നിങ്ങൾ ഈ കൗണ്ടറും മൂവ് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ ഉണ്ടാവും. ഇവിടെ ഇത് ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മൂവബിൾ ആൻഡ് that may be also be rotated about the O-axis. Its angular position in terms of 2θ is marked on a graduated scale. Carriage and specimen are mechanically coupled such that rotation of the specimen through theta. ഇവിടെ നമുക്ക് രണ്ട് തരത്തിന് ഈ എക്സ്റേ ഡിഫ്രാക്ടോമീറ്റർ വർക്ക് ചെയ്യും. ഒന്നുകിൽ ഈ എക്സ്റേ വരുന്ന ഇത് മൂവ് ചെയ്യാം, ഇത് മൂവ് ചെയ്തിട്ട് ഈ തീറ്റ വേരി ചെയ്യാം. ഓക്കെ, ഇത് മൂവ് ചെയ്യുന്നു, ഇത് മൂവ് ചെയ്യുന്നു, സാമ്പിൾ സ്റ്റേഷൻ ചെയ്ത് നിൽക്കും. അതൊരു മെത്തേഡ്.
പിന്നെയുള്ള മെത്തേഡ് എന്താ വെച്ചാൽ ഈ എക്സ്റേ ട്യൂബ് ഇത് മാറില്ല, ഈ സാമ്പിൾ റൊട്ടേറ്റ് ചെയ്യും. സാമ്പിൾ റൊട്ടേറ്റ് ചെയ്യും സച്ച് ദാറ്റ് ദ ആംഗിൾ ബിറ്റ്വീൻ സാമ്പിൾ ആൻഡ് എക്സ്റേ ബീം ഇസ് തീറ്റ ആൻഡ് ദ കൗണ്ടർ ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദി എക്സ്റേ ബീം ഇസ് 2 തീറ്റ. അങ്ങനെ രണ്ട് വിധത്തിൽ നമുക്ക് ഈ എക്സ്റേ ഡിഫ്രാക്ടോമീറ്റർ വർക്ക് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ പറയുന്നത് സാമ്പിൾ മൂവ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ചെയ്തത് എന്താ വെച്ചാൽ ദ റൊട്ടേഷൻ ഓഫ് ദ സാമ്പിൾ ത്രൂ തീറ്റ ഇസ് അക്കംപനീഡ് ബൈ എ 2 തീറ്റ റൊട്ടേഷൻ ഓഫ് ദി കൗണ്ടർ. This assures that incident and the reflection angles are maintained equal to 1 angle. ഞാൻ പറഞ്ഞ ഇൻസിഡൻറ്റ് ആംഗിളും റിഫ്ലക്ഷൻ ആംഗിളും ഈക്വൽ ആയിരിക്കും. അതായത് ഇൻസിഡൻറ്റ് ആംഗിൾ എന്ന് പറയുന്നത് സ്പെസിമെനായിട്ട് എക്സ്റേ ബീം ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആയിരിക്കും. അപ്പോൾ ഈ സ്പെസിമെൻ്റെ ലൈനിൽ ഇവിടേക്ക് വരച്ചു കഴിഞ്ഞാൽ സ്പെസിമെനായിട്ട് റിഫ്ലക്റ്റഡ് ബീം ഉണ്ടാക്കുന്ന ആംഗിളും തീറ്റ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് മെത്തേഡ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഞാൻ പറഞ്ഞത് ഈ എക്സ്റേ ട്യൂബ് മൂവ് ചെയ്തിട്ട് സാമ്പിൾ സ്റ്റേഷനറി ആക്കി വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കാം, അല്ലെങ്കിൽ ഈ എക്സ്റേ ട്യൂബിൽ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് മൂവ് ചെയ്യിക്കാതെ വെച്ചിട്ട് സാമ്പിൾ റൊട്ടേറ്റ് വെച്ചിട്ട് ചെയ്യാം. എപ്പോഴും എന്താണ് ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ 2 തീറ്റ ആയിരിക്കും. അതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, ഇനി ഇതിൽ നമുക്കറിയാം this instrument governs by this equation, that is n lambda is equal to 2d sin theta. ഇവിടെ പക്ഷേ it specifies when diffraction will occur for unit cells having atoms positioned only at cell corners. However, atoms situated at the other sides, example face and interior cells positions as FCC and act as extra scattering centers, which can produce out of phase scattering at certain drag angles. Net result is the absence of some diffracted beams that according to equation this equation should be present. അപ്പോൾ ഇവിടെ n lambda is equal to 2d HKL sin theta എന്നുള്ള ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ പ്ലെയിൻസും ഡിഫ്രാക്റ്റ് ചെയ്യും. എല്ലാ പ്ലെയിൻസിൽ നിന്നും നിങ്ങൾക്ക് എന്തുണ്ടാകും, റിഫ്ലക്ഷൻ ഉണ്ടാകും. പക്ഷേ എല്ലാ പ്ലെയിൻസിലും റിഫ്ലക്ഷൻ ഉണ്ടാവുമെങ്കിലും അത് ചില സമയത്ത് അതിൽ എന്താണ് ഇൻ്റർഫറൻസ് കൺസെക്റ്റീവ് ആണെന്നില്ല. ദർ ക്യാൻ ബി ഡിസ്ട്രക്റ്റീവ് ഔട്ട് ഓഫ് ഫേസ് സ്കാറ്ററിങ് ഉണ്ടാവാം. അങ്ങനെ ആകുമ്പോൾ ദ നെറ്റ് റിസൾട്ട് ഇസ് എ ആബ്സെൻസ് ഓഫ് സം ഡിഫ്രാക്റ്റഡ് ബീംസ് ദാറ്റ് അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ ഷുഡ് ബി പ്രസൻറ്റ്. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ ബീംസും അത് എന്താണ് ഈ ഇക്വേഷനിലുള്ള എല്ലാ ബീംസും നമുക്ക് ഡിഫ്രാക്റ്റഡ് ബീംസ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇതിൽ ഔട്ട് ഓഫ് ഫേസ് ആയിട്ട് വരുന്നത് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കണ്ടീഷനാണ് നമുക്ക് ഈ കണ്ടീഷൻ്റെ കൂടെ നമുക്കൊരു എക്സ്ട്രാ കണ്ടീഷനും കൂടി വരും BCC അല്ലെങ്കിൽ FCC ക്രിസ്റ്റൽസിലൊക്കെ. അപ്പോൾ BCC ക്രിസ്റ്റൽ ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം പോരാ, ഫോർ ഹയർ ഇൻറ്റൻസിറ്റി പീക്സ്, അതായത് നമുക്ക് ഡിഫ്രാക്ഷൻ പാറ്റേണിൽ ഇൻറ്റൻസിറ്റി പീക്സ് ഉണ്ടാവണമെങ്കിൽ, ഡിഫ്രാക്ഷൻ പാറ്റേൺ നിങ്ങൾക്കറിയാം ഇൻറ്റൻസിറ്റി പീക്സ് ആണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ അതിൽ BCC ക്രിസ്റ്റൽ ആണെങ്കിൽ അതിലൊരു കണ്ടീഷനാണ് H+K+L മസ്റ്റ് ബി ഈവൻ. H+K+L ഈവൻ ആയാൽ മാത്രമേ ഉള്ളൂ അതിൽ എന്താണ് ഡിഫ്രാക്ഷൻ പീക്സ് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അല്ലാത്ത HKL വാല്യൂസിനൊക്കെ, ഇത് ഈവൻ അല്ലാത്ത HKL വാല്യൂസിനൊക്കെ എന്താണ് ഇൻ്റർഫെയർ ചെയ്യുന്നത് ഔട്ട് ഓഫ് ഫേസ് ആയിട്ടായിരിക്കും ഇൻ്റർഫെയർ ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ക്യാൻസൽ ആവും ആൻഡ് ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ദ ലോ ഇൻറ്റൻസിറ്റി. ഓക്കെ, അതാണ് BCCയുടെ ഒരു കണ്ടീഷനാണ് H+K+L മസ്റ്റ് ബി ഈവൻ ഇഫ് ദ ഡിഫ്രാക്ഷൻ ഈസ് ടു ഒക്കർ. അതുപോലെ FCCയുടെ എന്താണ് HKL എന്ന് പറയുന്നത് മസ്റ്റ് ബി ഐദർ ഓൾ ഓഡ് ഓർ ഓൾ ഈവൻ. ഒന്നുകിൽ HKL വാല്യൂസ് ഓരോന്നും ഓൾ ഈവൺ ആയിരിക്കണം അല്ലെങ്കിൽ ഓൾ ഓഡ് ആയിരിക്കണം. അപ്പോൾ 1 1 1 ആണെങ്കിൽ ഓൾ ഈ ഓഡാണ്. അപ്പോൾ 0നെ നമ്മൾ ഈവൻ ആയിട്ടാണ് കേട്ടോ കൺസിഡർ ചെയ്യുന്നതിൽ, അത് ശ്രദ്ധിക്കണം. അപ്പോൾ 2 0 0 എന്ന് പറയുന്നത് HKL വാല്യൂസ് 2 0 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഈവൻ ആണ്. അതൊക്കെ FCCക്ക് പോസിബിൾ ആണ്. പക്ഷേ ഇങ്ങനെ ആവരുത്, എന്താണ് 2 1 1 എന്നൊരു പ്ലെയിൻ ഉണ്ടാവില്ല. 2 1 1 എന്ന് പറഞ്ഞാൽ H വാല്യൂ ഈവനായി ബാക്കിയെല്ലാം ഓഡാണ്. അപ്പോൾ അങ്ങനത്തെ ഒന്ന് FCCക്ക് അങ്ങനത്തെ ഒരു പീക്ക് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. ഈ കണ്ടീഷൻ്റെ കൂടെ BCCക്ക് FCCക്ക് ഉള്ള വേറൊരു കണ്ടീഷനാണ്. BCCക്കാണ് H+K+L മസ്റ്റ് ബി ഈവൺ. അതുപോലെ FCCക്ക് ആണെങ്കിൽ HKL വാല്യൂസ് മസ്റ്റ് ബി ഓൾ ഈവൺ ഓർ ഓൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഇൻറ്റൻസിറ്റി, ഇതാണ് ശരിക്കും ഇതിൻ്റെ റിസൾട്ട് ആയിട്ട് വരുന്ന ഇൻറ്റൻസിറ്റി ഡിഫ്രാക്ഷൻ പാറ്റേൺ. നമുക്ക് ഡിഫ്രാക്ഷൻ പാറ്റേൺസ് നമ്മൾ കണ്ടിട്ടുണ്ട്, മാക്സിമം മിനിമമായിട്ടൊക്കെ ആയിട്ട്. ഇതിൽ നമുക്ക് പല പല പ്ലെയിൻസ് ആണ് ഇതിൽ ഉണ്ടാക്കുന്നത്, ഡിഫ്രാക്ഷൻ പാറ്റേൺ ഉണ്ടാക്കുന്നത്.
അപ്പോൾ ആ കണ്ടീഷൻസ് അനുസരിച്ചിട്ടാണ് ഈ കണ്ടീഷനും അതുപോലെ ഈ HKL വാല്യൂസിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഈ അതുള്ളത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ദിസ് ഈസ് FCC ക്രിസ്റ്റലിൻ്റെയാണ്. ഇത് നോക്കൂ, ഓരോ HKL വാല്യൂസ് ഇത് ഓൾ ഈവൺ ആണ്, ഓൾ ഓഡ് ആണ്, ഇത് ഓൾ ഈവൺ, ഓൾ ഈവൺ, ഓൾ ഓഡ്, ഓൾ ഈവൺ, ഓൾ ഈവൻ, ഓൾ ഓഡ്, ഈവൻ, അങ്ങനെ നോക്കൂ. അപ്പോൾ ഇത് ഒരു FCC ക്രിസ്റ്റലിൻ്റെയാണ്. അപ്പോൾ നമുക്ക് ഈ പാറ്റേൺ കണ്ടിട്ടാൽ തന്നെ അറിയാൻ പറ്റും ഇത് FCC ആണോ GCC ആണോ അങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു എക്സ്റേ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഉണ്ടാവുക. ഇതിൽ നമ്മൾ എടുക്കുന്നത് ഈ ഡയറക്ഷനിൽ ഡിഫ്രാക്ഷൻ ആംഗിൾ 2θ ഉണ്ടാവുക. ഡിഫ്രാക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഡയറക്ഷൻ ഓഫ് ദി ഇൻസിഡൻറ്റ് എക്സ്റേ ബീം ആൻഡ് ദ ഡിഫ്രാക്റ്റഡ് ബീം. ഡിഫ്രാക്റ്റഡ് ബീമും ഇൻസിഡൻറ്റ് എക്സ്റേ ബീമും തമ്മിലുള്ള ആംഗിളാണ് ഈ 2θ എന്ന് പറയുന്നത്. അത് ഇവിടെ നമുക്ക് ഈ ഡയറക്ഷൻ ഈ ഡയറക്ഷനും ഈ കൗണ്ടറിൻ്റെ ഡയറക്ഷനും തമ്മിലുള്ള ആംഗിൾ 2θ. ഓക്കെ, അപ്പോൾ ഇവിടെ 2θ ഉണ്ട്. പിന്നെ എന്താണ് ഇവിടെ ഉള്ളത് ഇൻറ്റൻസിറ്റി. അപ്പോൾ ഇൻറ്റൻസിറ്റിയുടെ മാക്സിമം മിനിമം ആയിട്ടാണ് ഡിഫ്രാക്ഷൻ പാറ്റേൺ ഉണ്ടാവുക. പിന്നെ crystallography, the high intensity peaks result when the Bragg condition is satisfied some set of crystallographic planes. The peaks are plane indexed in the figure. Plane index എന്നാൽ ഇങ്ങനെ ഏത് plane ആണ് നമ്മൾ ഇൻഡെക്സ് ചെയ്യുന്നത്. Other powdered X-ray diffraction techniques have devices wherein diffracted beam intensity and positions are recorded on a crystallographic plane instead of being measured by the counter. ഇപ്പോൾ ലോ മെത്തേഡും റൊട്ടേറ്റിംഗ് ക്രിസ്റ്റൽ മെത്തേഡിലൊക്കെ ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുക. ഇവിടെ ഒരു കൗണ്ടർ വെച്ചിട്ട് ഇതിന് ഇങ്ങനത്തെ ഒരു എക്സ്റേ ഡിഫ്രാക്ഷൻ പാറ്റേൺ ആണ് ഉണ്ടാക്കുക. അപ്പോൾ ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു ഫൈൻഡ് ഔട്ട് ദ ക്രിസ്റ്റൽ സ്ട്രക്ചർ. ദ യൂണിറ്റ് സെൽ സൈസ് ആൻഡ് ദി ജോമെട്രി മേ ബി സോൾവ് ഫ്രം ദി ആംഗുലർ പൊസിഷൻസ് ഓഫ് ദി ഡിഫ്രാക്ഷൻ പീക്സ്. whereas the arrangement of the atoms within the crystals within the unit cell is associated with the relative intensities in the peak. അപ്പോൾ ഇൻറ്റൻസിറ്റി കൂടി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് there are more number of atoms in this plane. അങ്ങനെയാണ്. അതുപോലെ ഇൻറ്റൻസിറ്റി കൂടുന്ന സമയത്ത് പറഞ്ഞാൽ more scattering is happening. അതാണ് ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ characterization techniques എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.